നമസ്കാരം. മലയാളി വാർത്ത ഘടകം എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പൂർവികർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്. ഒരു ചക്കയിട്ട് മുയൽ ചത്താൽ എല്ലാ ചക്കയിടുമ്പോഴും മുയൽ ചാവുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് വരാൻ കാരണം തന്നെ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത കൊണ്ടാണ്. അതായത് എപ്പോഴേലും എന്തെങ്കിലും ചെയ്തൊരു കാര്യം ചെയ്ത് അത് വിജയിച്ചാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുക, പിന്നെയും വിജയിക്കുമെന്ന് കരുതി. അപ്പോൾ അത് ചില ജനതകളുടെ ഇടയിൽ, ചില സമൂഹത്തിനിടയിൽ അത് എല്ലാ കാലവും വിലപ്പോവും. എന്നാൽ എല്ലാ കാലത്തും എല്ലാവരുടെയും അടുത്തും വിലപ്പോവില്ല. അതും ഒരു പഴഞ്ചൊല്ലുണ്ട്. ഒരു തവണ എല്ലാവരെയും പറ്റിച്ചെന്ന് കരുതി എല്ലാ തവണയും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ കേരളത്തിൽ ചാണ്ടിയുമ്മനെ വീഴിക്കാനായിട്ടാണ് ആദ്യമായിട്ട് സരിത എന്ന കഥാപാത്രത്തെ ഗണേശൻ്റെ സംവിധാനത്തിൽ തെറ്റിപ്പോകുന്ന തലയും എല്ലാം കൂടെ ചേർന്ന് രൂപം കൊടുത്ത കെണിയിൽ അപവാദത്തിനിരയായി ഉമ്മൻചാണ്ടിയെ മറിച്ചിടാൻ പറ്റി. അപ്പം അതേപോലെ എല്ലാ ഇലക്ഷനും വരുമ്പോൾ ഒരു കിംവദന്തി, ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാരെ നോക്കിയാണ്. ഉമ്മൻചാണ്ടി അന്ന് നമ്മുടെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു. അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ പാലക്കാട് ജില്ല മൊത്തം ഇളക്കി മറിക്കാൻ പറ്റുന്ന നേതാവാണെന്ന് കരുതിയുകൊണ്ട് മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു പ്രചാരണം ആദ്യം ഇറക്കി വിട്ടു. ഇങ്ങനത്തെ കഥകൾ കൊണ്ട് ഒരു 75% മലയാളികളെ പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തവണ അവർ തെറ്റിദ്ധരിച്ചു പോയി. ഇനി എല്ലാ സമയവും അങ്ങനെ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. പക്ഷെ ഒരു 20-25% പേര് കാണും. എന്ന് വെച്ചാൽ അവർ മന്ദബുദ്ധിയായിട്ട് ജനിച്ചത് കൊണ്ടാണ് CPM ആയിപ്പോയത്. അപ്പം അവർ CPM ഉള്ളത് കൊണ്ട്, മന്ദബുദ്ധി ആയതുകൊണ്ടും അവരുടെ അനുയായികളെ ബോധിപ്പിക്കാൻ പറ്റും. പക്ഷെ അല്ലാത്ത 75% ആൾക്കാരെ ബോധിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഇരയായ സ്ത്രീയുടെ എന്ന് പറയപ്പെടുന്ന ഒരു ശബ്ദരേഖ നമ്മുടെ മൊട്ടത്തലൻ അനിൽകുമാറിൻ്റെ ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ ആ ചാനലിൽ ആ സംഭാഷണം, ആ കരച്ചിൽ കേൾക്കുമ്പം തന്നെ അറിയാം ഇത് ട്യൂട്ടർ ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് പഠിപ്പിച്ചിട്ട് അഭിനയിച്ച് പറയുന്നതാണ്, കരച്ചിൽ അഭിനയിക്കുന്നത്. ഇവരെയൊക്കെ വല്ല നാടകമൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഇവർക്ക് സൂപ്പർ അഭിനയത്തിന് പൈസ കിട്ടും. കാരണം കരച്ചിൽ അഭിനയിക്കുന്ന രീതി കണ്ടാൽ അറിയാം, ശകലം തേങ്ങൽ പോലും വരുന്നില്ല. സാധാരണ മനം പൊട്ടിക്കരയുകയാണെങ്കിൽ ഒരു വിങ്ങലും വേങ്ങലും ഒക്കെ വരും. ഇതിന് അങ്ങനെയുള്ള യാതൊന്നുമില്ല. നിങ്ങളൊരു 10 മിനിറ്റിൻ്റെ ശബ്ദരേഖയാണ്, അതൊരു 1 മിനിറ്റ് നിങ്ങൾ അരുൺകുമാർ തന്നെ പറയുന്നത് കേൾക്കുക. നേതാവിന്റെ യഥാർത്ഥ മുഖം ആ പെൺകുട്ടി തുറന്നു പറയുന്നു. അറിഞ്ഞതല്ലേ, ഞാൻ എവിടെയെങ്കിലും പോസ്റ്റ് ഫാൻസ് അത് മേടിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം. ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി അതിനെ വളർത്തി ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ അത് പോയി. എനിക്ക് സങ്കടം താങ്ങാനേ പറ്റുന്നില്ല. കുറച്ചുകൂടെ താങ്ങാൻ പറ്റുന്നില്ല. എന്റെ ചങ്ങ പൊട്ടിപ്പോവാതെ ഇത്രയും ദിവസമായിട്ട് എനിക്കൊന്ന് റിക്കവർ ആവാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? മെന്റലി ഫിസിക്കലി ഞാൻ ഇത്രയും തകർന്ന് തരപ്പെടുവായി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ഒന്നും ഓക്കെയല്ല. ഞാൻ ഇമോഷണൽ സപ്പോർട്ട് തരുന്ന ആൾക്കാർ ഒരു ഇല്ല എനിക്കപ്പുറത്ത്. അയ്യോ, എന്റെ അവകാശമല്ലായിരുന്നു അത്. പറ, അവകാശമാണ് നിഷേധിച്ചത്. ഈ തേങ്ങലിനും പൊട്ടിക്കരച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ അറിയാം ഇത് എഴുതി ഉണ്ടാക്കി വായിക്കുന്നതാണ്. ഈ ഇത്ര വിങ്ങലുള്ള ഒരാൾ 3 മാസമായിട്ട് ഇത് പുറത്ത് പറയാതെ വിടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ ആദ്യത്തെ ഇത് കാര്യമായിട്ട് ഫലിച്ചില്ലെന്ന് കണ്ടു കഴിഞ്ഞ് രണ്ടാമത് ഇവർ ആസൂത്രണം ചെയ്ത് ഉണ്ടാക്കി പറയിപ്പിച്ച് റെക്കോർഡ് ചെയ്തതാണ്. ഇത് സംഭാഷണത്തിൽ മാങ്കൂട്ടുമായിട്ട് നടന്നപ്പോൾ റെക്കോർഡ് ചെയ്തതല്ല എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ക്ലൂ ഞാൻ നിങ്ങൾക്ക് തരാം. സാധാരണ നമ്മൾ ലോകത്തിൽ ഏത് മനുഷ്യനും 2 പേര് ഫോണിൽ സംസാരിക്കുമ്പോൾ ഒരാൾ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് മറ്റേയാൾ അതിനൊരു യെസ് അല്ലേ, അതെ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ, അല്ലെങ്കിൽ തിരിച്ചെന്തേലും മറുപടി പറയുന്ന ഒരു സംഭാഷണമായിട്ട് ഫോൺ സാധാരണ
ഉപയോഗിക്കാറുള്ളൂ. ഇതിൻ്റെ അകത്ത് മാങ്കൂട്ടത്തിൻ്റെ ഒരു വോയിസേ ഈ 10 മിനിറ്റ് കരച്ചിലിനിടയ്ക്ക് വരുന്നേയില്ല. അതിൻ്റെ അർത്ഥം ഇത് മാങ്കൂട്ടത്തിലുമായിട്ട് സംസാരിച്ചപ്പോഴുണ്ടായതല്ല. ഇവര് ഇത് റിലീസ് ഇങ്ങനെ ചാനലിൽ വിടാൻ വേണ്ടി ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇനി അതല്ല അവിടെ നിൽക്കട്ടെ. നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ത് ബന്ധത്തിലും സ്ത്രീയും പുരുഷനും ഇടപെട്ടാൽ അത് പിന്നെ ഒരു പീഡനമായിട്ടുള്ള പരാതി നിലനിൽക്കത്തില്ല. ഇവിടെ ഇവര് ഉഭയസമ്മതപ്രകാരമാണ് നടന്നതെന്നുള്ളത് ഓൾറെഡി തെളിഞ്ഞ കാര്യം. അതാരും ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ പരാതി എവിടെ നിലനിൽക്കും? അപ്പം നിലനിൽക്കത്തില്ല. അപ്പം ഇത് നിലനിൽക്കുകയില്ല എന്ന് ഇത് അവതരിപ്പിക്കുന്ന സംവിധായകർക്കും ആക്ടേഴ്സിനും ഒക്കെ അറിയാം. പക്ഷേ ഈ കുറേ ജനങ്ങളെ, ഒരു 25% ജനങ്ങളെ ഇതുകൊണ്ട് മനസ്സ് മാറ്റിക്കാൻ പറ്റുമെന്നറിയാം. ഈ 25% ആൾക്കാരുടെ വേറൊരു പ്രത്യേകത, ഇവരുടെ പാർട്ടിയിൽ ആര് എന്ത് ചെയ്താലും അവർക്കൊന്നും കാണത്തില്ല, അവർക്കൊരു വികാരവും ഇല്ല. നമ്മുടെ MLA മാരും മന്ത്രിമാരും എല്ലാം വനിതകളെ പാർട്ടി ആൾക്കാരും പാർട്ടി ഓഫീസുകളിലൊക്കെ ഇഷ്ടംപോലെ പീഡിപ്പിക്കുന്നുണ്ട്. അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. രണ്ടുപേര് ചാറ്റ് ചെയ്തോ, 2 കാമുകികാവന്മാർ ഗർഭിണിയാകുന്നതോ ചേർന്ന് ഗർഭിണിയാകുന്നതോ ഒക്കെയാണ് ഇവർക്ക് പ്രശ്നം. ഇതെല്ലാം കുറ്റകരമായിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് 2 പേര് പ്രേമിച്ച് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമായിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഇടയിൽ ഒരു 50% ആൾക്കാരത് പോലും, നമ്മുടെ വിദ്യാർത്ഥികൾ, സ്കൂളിൽ പഠിക്കുന്നവർ, കോളേജിലുള്ളവർ ഒരു 90% ഇത് ചെയ്യുന്നവരാ. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുന്നതിലൊരു 25% ഇങ്ങനെ ഇടപെടുന്നവരാണ് മറ്റുള്ള സ്ത്രീകളുടെ. സ്ത്രീകളും അതെ, പുരുഷന്മാരും അതെ. ഈയിടെ കണ്ടില്ല, ഒരു സ്ത്രീ കാമുകിന് വേണ്ടിയിട്ട്, കല്യാണം കഴിച്ച സ്ത്രീ കാമുകിന് വേണ്ടിയിട്ട് അമ്മയെ കൊന്നിട്ട് സ്വർണം എടുത്തത്. അത് കാമുകിന് വേണ്ടിയിട്ട് ഭർത്തൃമതികൾ 2ഉം 3ഉം പിള്ളേരെ കൊന്നിട്ടും വിട്ടിട്ടും പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ എല്ലായിടത്തും എല്ലാ കാലത്തും എല്ലാ രാജ്യത്തും മനുഷ്യരുടെ ഇടയിലുള്ളതാണ്. അപ്പം ആ കാര്യത്തിൽ ഈ സ്ത്രീ ആണ് കൂടുതൽ കുറ്റം ചെയ്തിരിക്കുന്നത്. ഭർത്താവിനെ വഞ്ചിച്ച് പരപുരുഷനുമായിട്ട് ബന്ധത്തിലേർപ്പെട്ടു. അപ്പം ഇത് യഥാർത്ഥ ഭരണവും നിയമ സംവിധാനവും ഉള്ള രാജ്യത്താണെങ്കിൽ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലാണ് ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലും. കാരണം ഇവർ ഭർത്താവിനെ വഞ്ചിച്ചിരിക്കുകയാണ്. രണ്ടാമത്, ഇങ്ങനെയുള്ള പരസ്പര ബന്ധം കുറ്റകരമാണെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ കോടിക്കണക്കിന് വേശ്യകൾ നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിനുണ്ട്, പണത്തിന് വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ. അപ്പം അവരൊക്കെ പിറ്റേ ദിവസം പരാതി കൊടുക്കണം, ഞങ്ങളെ പീഡിപ്പിച്ചെന്നും പറഞ്ഞു. അപ്പം ഇത്തരം ബാലിശമായ പരാതികളും അതിനെ കൊട്ടിഘോഷിക്കുന്നൊരു നമ്മുടെ സമൂഹത്തിൻ്റെ ജീർണിച്ച അവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് ഈ സമൂഹത്തെ ഇങ്ങനെ ജീർണിപ്പിച്ചത് ഈ വൃത്തികെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് CPM. അവർക്ക് അധികാരത്തിൽ കയറാൻ വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കും. എന്നിട്ട് അവർ ലോകത്തിലുള്ള സർവ്വചട്ടത്തരം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ തന്നെ ഒരു വലിയ വീഴ്ചയാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജനാധിപത്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം എങ്ങനെ ജനങ്ങളുടെ വോട്ടെന്ന് പറയുന്ന കിട്ടണം, അത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ 5 കൊല്ലം. ഈ വോട്ട് ചെയ്തവർക്ക് യാതൊരു നിയന്ത്രണവും ഇവരുടെ മേലില്ല, എന്നിട്ടും ജനാധിപത്യം നല്ലതാണെന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള അപഖ്യാതികളും അപവാദങ്ങളും പ്രചരിക്കാനുള്ള ഒരു മീഡിയമാണ് ജനാധിപത്യം. ജനാധിപത്യം ഇല്ലാത്ത രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം മുസ്ലിം രാജ്യങ്ങൾ എടുത്തു നോക്ക്, അവിടെ ഒരു പ്രശ്നവും ഇല്ല ഇതുപോലത്തെ അപവാദങ്ങൾ. കമ്മ്യൂണിസ്റ്റ് രാജ്യം എടുക്കും, ഇങ്ങനത്തെ അപവാദം പറഞ്ഞ് ആർക്കെങ്കിലും നിലനിൽക്കാൻ പറ്റും. പക്ഷെ ജനാധിപത്യമുള്ള ഇവിടെയാണേലും ഇന്ത്യയിലാണേലും അമേരിക്കയിലാണേലും എല്ലാം ഇങ്ങനത്തെ അലിഗേഷൻസ് ഉണ്ട്. അതായത് എതിരാളിയെ നാണം കെടുത്തുന്ന രീതിയിൽ അപവാദം പരത്തി അവരെ മാനഭംഗപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ കുറച്ച് ഓട്ടോടെ കിട്ടുന്നുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്, എല്ലാ ദിവസവും തന്നെ ഭർത്താവ് ഭാര്യയെ കൊന്നു എന്നുള്ള വാർത്തകൾ കേൾക്കും. അത് കൂടുതൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുള്ള, ഇങ്ങനെയുള്ള സ്ത്രീകളുടെ എണ്ണം കൂടി വരും. അപ്പം കൈക്ക് എല്ലുള്ള ഭർത്താക്കന്മാരാണ് ഇവരെയൊക്കെ പിന്നെ ബാക്കി വച്ചേക്കുന്നത്. ഈ പറയുന്ന സരിതയുടെയും റിനിയുടെയും ഇവളുടെയും ഇങ്ങനെയുള്ള സ്ത്രീകളുടെ വീട്ടിൽ അല്ലെ ഭർത്താക്കന്മാർക്ക് കൈക്കെല്ലില്ലാത്തതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ തോന്നിവാസം പോലെ പരപുരുഷ ബന്ധവുമായിട്ട് നടക്കുന്നത്. ഇല്ല ഇവരെയൊക്കെ പണ്ടേ യമപുരിക്ക് അയച്ചേനെ, അവന്മാരെ നപുംസകങ്ങളല്ലായിരുന്നെങ്കിൽ. ഏതായാലും ഇപ്രാവശ്യം ഭൂരിപക്ഷം വരുന്ന മലയാളികളും മുയൽ ഇന്ന്
ചാകാൻ അനുവദിക്കില്ല ഇപ്പം ഇട്ട ചക്കയിൽ. ഒരു ചക്കയിട്ട് ഒരു തവണ ചത്ത് CPM-കാർ ചക്ക ഇടലാണ് ഓരോ സമയത്ത്. ഈ പ്രാവശ്യം ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചക്കയുടെ അടിയിൽ നിന്നു കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് സ്ത്രീകൾ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരം ചിറ്റാറ്റുകളും സംഭാഷണങ്ങളും ലൈംഗികബന്ധങ്ങളും ഒരു നടക്കില്ലാത്തൊരു കാര്യമല്ല. അത് കോടാനുകോടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന എല്ലാവരുടെയും ഇടയിലും. അതിനി മന്ത്രിമാരുടെ ഇടയിലും രാജാക്കന്മാരുടെ ഇടയിലും ജഡ്ജിമാരുടെ ഇടയിലും ഉദ്യോഗസ്ഥരുടെ ഇടയിലും. എന്നാൽ ഇതിൽ കൂടുതൽ വലിയ പരാതി CPM അനുഭാവികളായ ഒരു പോലീസ് IG, ഒരു പോലീസ് വനിതാ ഓഫീസറെ ശല്യം ചെയ്തുമ്പോൾ എഴുതി പരാതി കൊടുത്തു. എന്തെങ്കിലും നടന്നു അന്വേഷണം? അതിനെപ്പറ്റി ആരെങ്കിലും പുറകെ നടക്കുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞ വർഷം ഒരു സ്പോർട്സിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആദിവാസി പെണ്ണിന് 55 പേര് കൂടി പീഡിപ്പിച്ചു. എന്തെങ്കിലും വന്നോ പുറത്ത്? ഇന്നാരെങ്കിലും അതിനെപ്പറ്റി മറുപടി കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പം യഥാർത്ഥ പീഡനം മൂലമുള്ള മറ്റുള്ള കൊലപാതകം നടക്കുന്നു എന്ന് ആർക്കും അന്വേഷിക്കേണ്ട. രാഷ്ട്രീയക്കാർ ഇപ്പം ഈ കോൺഗ്രസ്സിലുള്ളവർ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ കേരളത്തിലെ ഒരു 25% ആൾക്കാരും കുറേ പെയ്ഡ് ചാനൽസും ഉണ്ട്. കറപ്റ്റ് പ്രാക്ടീസിൽ വളരുന്ന ചാനൽ. ഇവർക്കൊക്കെ ആഘോഷിക്കാൻ പറ്റുന്ന ഈ കോൺഗ്രസ്സുകാരുടെ പുറത്ത് കുതിരകർമ്മം മാത്രം. അല്ലാതെ ഇതിൻ്റെ 10,000-കണക്കിന് മടങ്ങ് പീഡനങ്ങളും അല്ലാത്തതെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. പരാതികളും ഉണ്ട്. അന്വേഷണം മാത്രമില്ല. ഇതൊരു വമ്പൻ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പം ഇനി UDF ഭരണത്തിൽ വന്നാൽ ഇങ്ങനെയുള്ള ഗൂഢാലോചന കണ്ടുപിടിക്കാനുള്ള ആർജവമുള്ള ഒരു നേതാക്കന്മാർ അവർക്കില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി ഭരണത്തിൽ ഇരുന്നപ്പോൾ തന്നെ അയാൾക്കെതിരെയുള്ള ഗൂഢാലോചനയെ പുറത്തു കൊണ്ടുവരാൻ പുള്ളിക്ക് കഴിഞ്ഞില്ല. അതേ സ്ഥാനത്ത് പിണറായി പോലെയുള്ള ഒരാൾ UDF ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേലും ഭരണത്തിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള ഗൂഢാലോചനക്കാരെയൊക്കെ പൊക്കി അകത്തിട്ടേ. അത് ഭരിക്കാൻ അറിയുന്നവർ UDF ഇല്ല. നല്ല നേതാക്കന്മാരുണ്ടായിരിക്കും, അവർ സാമൂഹ്യ പ്രവർത്തനത്തിനും ഉള്ളൂ. പക്ഷെ ഒരു രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സൂത്രശാലിയും തന്ത്രശാലിയും ആയിരിക്കണം. അതിന് പിണറായി വിജയൻ തന്നെയാണ് ഭേദം. കൂടാതെ ഈ സ്ത്രീയെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കാരണം ഏറ്റവും വലിയ വിശ്വാസ്യത ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ വേണ്ട ഒരു മേഖലയാണ് ഭാര്യാഭർത്തൃ ബന്ധം. അതിൽ ഭർത്താവിനെ ചതിച്ച് വേറൊരാളുടെ ഗർഭിണിയായെന്ന് അവകാശപ്പെടുന്ന പെണ്ണ് ഒട്ടും അവളുടെ വാക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പരസ്ത്രീ ബന്ധമുള്ള ഒരു വേശ്യ ഇന്നയാളുടെ കൊച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ DNA പരിശോധിച്ചാലേ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഈ സ്ത്രീയുടെ ഗർഭത്തെ അലസിപ്പെടുത്തെങ്കിൽ അതിൻ്റെ DNA പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല ഭർത്താവിൻ്റെ ഗർഭമായിരുന്നു എന്നുള്ള. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിക്കാൻ വേണ്ടി അല്ലെ ഇതുപോലൊരു ചാറ്റൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആരോ ഇതൊക്കെ ഭർത്താവോട് സഹകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്ലാനാണെന്നും അറിയത്തില്ല. ഈ ഗൂഢാലോചന ആര് പുറത്ത് കൊണ്ടുവരും? ആർക്കും പറ്റത്തില്ല. പിന്നെ നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി ഒരു പാർട്ടി ആണ് ഈ കോൺഗ്രസ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ രാഹുലിനെ പോലെയുള്ള ചില നല്ല ശശി തരൂരിനെ പോലെ ഉള്ള കുറേ പേര് ഇതിൻ്റെ അകത്ത് ചെന്നുപെട്ടു. ഇത് മരത്തിൽ ചാടി നടക്കുന്നവരുടെ സ്വഭാവവും സെക്യൂരിറ്റി ഗാർഡുകളുടെ പണിയുമാണ് ഇവർക്ക്. അതായത് നെഹ്റു ഫാമിലിയുടെ സെക്യൂരിറ്റി ഗാർഡ്സാണ് ഈ കോൺഗ്രസ്സുകാരല്ല. അല്ലാതെ ഇത് രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയല്ല. അപ്പം തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞാൽ ഒരുമയുടെ കാര്യത്തിൽ CPM തന്നെയാണ് ബെറ്റർ. പക്ഷേ ഇങ്ങനത്തെ ചെറ്റത്തരങ്ങൾ കാണിക്കാൻ പാടില്ല. ജെന്യുവിനായിട്ടുള്ള കേസ് എടുത്തിട്ട് അവർ കൈകാര്യം ചെയ്യട്ടെ. ഇതില്ലാതെ അവർക്ക് ഇലക്ഷൻ ജയിക്കത്തില്ല. ഈ ഇത്തരം തരംതാണ പണി, അതും ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു. ഇത് കോടതി ചെന്ന് നിലനിൽക്കുന്ന ഏത് പൊട്ടക്കണ്ണനും അറിയാൻ പറ്റും. അപ്പോൾ ഈ കാര്യം ഇങ്ങനെ ഒരു വിശകലനത്തിലൂടെ തരാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അതായത് ഈ സംഭാഷണം പൊട്ടക്കരച്ചിൽ മുതലക്കണ്ണി രാത്രിയുടെ കേൾക്കുമ്പോൾ അറിയാം ഇത് നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന പോലെ റിഹേഴ്സൽ ചെയ്ത് റെക്കോർഡ് ചെയ്തതാണെന്ന്. അല്ലാതെ അവരുടെ മനസ്സിൽ നിന്ന് വന്നതല്ല. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ക്യാപ്റ്റൻ ജോയ്.